ഇച്ചിരി സാമ്പാർ പരിപ്പ് വേവിച്ചത് എടുത്ത് വെച്ചേക്കുവാണ്. ഇന്ന് രാവിലെ സാമ്പാർ വെക്കാനായിട്ട് പരിപ്പ് വേവിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഈ സാമ്പാർ പരിപ്പിൽ ഒരല്പം പായസം വെച്ചാൽ എന്താ എന്ന് വിചാരിച്ചു. കുറച്ച് ഞാൻ എടുത്തൊന്ന് മാറ്റി വെച്ചേ. ഞാൻ ഇതിനെ ഒന്ന് നെയ്യിലിട്ട് അല്പം നെയ്യ് ഒഴിച്ചിട്ട് ഇതൊന്ന് വരട്ടിയെടുക്കട്ടെ. ഇതാ ഒരല്പം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതിനെ ഒന്ന് അതിലോട്ടൊന്ന് തട്ടിയിട്ട് ഒന്ന് പരിപ്പ് ഒന്ന് വരട്ടി എടുക്കാവേ. അങ്ങനെയാണല്ലോ സാധാരണ നമ്മൾ കടലപ്പരിപ്പ് അവിച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ വരട്ടിയാണല്ലോ എടുക്കുന്നത് അല്ലേ. അപ്പോൾ ഇതും ഒന്ന് വരട്ടി എടുത്ത് നോക്കട്ടെ. ചെറിയ തീയിൽ വയ്ക്കുക, ലോ ഫ്ലെയിമിലാണ് വയ്ക്കേണ്ടത്, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. ചിലപ്പോൾ കരിയൊക്കെ കയറാൻ ചാൻസ് ഉണ്ട്, പുക കയറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കാനായിട്ട്. ഇതൊന്ന് വരണ്ട് വരട്ടെ. ആ സമയം ഒരു പീസ് ശർക്കര എടുത്തിട്ട് ഞാനൊന്ന് ഉരുക്കാനും കൂടെ ഇപ്പുറത്തെ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് ഉരുകി വരട്ടെ. വെക്കാനായിട്ട് പോവുകയാണ്. അതൊന്ന് ഉരുകി വരട്ടെ. ഇതാ നമ്മളെ പരിപ്പെല്ലാം നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. ഇതാണ്ട് വെള്ളമെല്ലാം വറ്റി നല്ല നെയ്യിലൊക്കെ ലയിച്ച് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയത് ഒന്ന് ഇതിലോട്ടൊന്ന് ഒഴിക്കാം. ശർക്കര ഇതാ നല്ലവണ്ണം ഉരുക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റിയിട്ട് അതിലോട്ട് ഒഴിക്കാം. കാരണം ശർക്കര അരിച്ചൊഴിക്കണം, ചിലപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ പൊടികളുണ്ടായിരിക്കാം. അപ്പോൾ ഇതൊന്ന് അരിച്ചിട്ട് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പിലോട്ട്, സാമ്പാർ പരിപ്പിലോട്ടൊന്ന് നമുക്ക് ഒഴിക്കാം. ഒന്ന് ഒഴിക്കുവാണ്. ഇനി ഇതൊന്ന് നല്ലവണ്ണം തിളക്കട്ടെ. ആ സമയം നമുക്കിച്ചിരി തേങ്ങാപ്പാൽ, ഒരല്പം തേങ്ങ ഒന്ന് പാലൂടെ എടുത്തിട്ട് വരാം. സാധാരണ കടല പായസത്തിന് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുമല്ലോ. അപ്പോൾ ഇതൊന്ന് നല്ലവണ്ണം തിളച്ചൊന്ന് കുറുകി വരട്ടെ. ആ സമയം നമുക്ക് തേങ്ങാപ്പാൽ എടുത്തു കൊണ്ടുവരാം. ഇച്ചിരി ഒരു തേങ്ങാപ്പാലൊന്ന് നമുക്ക് എടുക്കാം. തേങ്ങ പിഴിഞ്ഞെടുത്തതാണ്, അതിൻ്റെ കൊത്തങ്ങ് മാറ്റാം. ഇത്രയും പാല് കിട്ടിയിട്ടുണ്ട്. ഒരു 3/4 കപ്പോളം കിട്ടിയിട്ടുണ്ട്. ചെറിയ കപ്പിനാണ്. നമ്മുടെ പരിപ്പ് പായസം എന്തായി എന്നുള്ളത് നോക്കാം. ചെറുതായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ശർക്കര പാനി ഒഴിച്ചപ്പോൾ ഇത്തിരി കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വച്ചിരുന്ന തേങ്ങാപ്പാൽ ഇതിലോട്ട് ചേർക്കണം. അതിന് മുന്നേ ആയിട്ട് 2 ഏലക്ക ചേർക്കാം. കുറച്ച് പായസമല്ലേ ഉള്ളൂ, ഒരല്പം ഏലക്ക കൂടെ ഒന്ന് ചേർക്കാം. ഒരുപാട് ഏലക്കായ ഇടണ്ട, കാരണം പായസം അല്പമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് ഒന്ന് തിളക്കട്ടെ. അല്പം കൂടെ ഒന്ന് കുറുകി വരട്ടെ. എന്നിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. തേങ്ങാപ്പാൽ ഒഴിക്കുവാണ്. ഇതൊന്ന് കുറുകി വരട്ടെ. നമ്മുടെ പായസത്തിൻ്റെ അതേ മണം വരുന്നുണ്ട് കേട്ടോ. നമ്മൾ കടല പായസം വയ്ക്കുന്നത് പോലെ അതേ മണം വരുന്നുണ്ട്. ഇതൊന്ന് നല്ലവണ്ണം തിളക്കട്ടെ. പാലൊഴിച്ചിട്ട് ഒന്ന് തിളച്ച് വരണം. തിളക്കട്ടെ. പായസം നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്തു. നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ട്. ഇനി തണുക്കുമ്പോൾ കുറച്ചുകൂടെ അത് കുറുകിക്കോളും. ഇനി ഇതിന് ഒരു കടുക് താളിപ്പുണ്ട്, അതുകൂടെ ഒന്ന് റെഡിയാക്കട്ടെ. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പി വെച്ചിട്ടുണ്ട്. ഇനി ഒരല്പം തേങ്ങാ കൊത്ത് ഒന്ന് ഇതിലോട്ടൊന്ന് ഇട്ട് വഴറ്റിയെടുക്കാം. ഇതൊന്ന് നല്ലവണ്ണം മൊരിഞ്ഞ് വരട്ടെ. അല്പം പായസമേ ഉള്ളൂ, ഒരു 3-4 ഗ്ലാസ് അടുപ്പിച്ചുള്ള പായസമേ ഉള്ളൂ. അതിന് ഇത്രയും തന്നെ ധാരാളമാണ്. ഇതൊന്ന് മൊരിഞ്ഞ് വരട്ടെ. തേങ്ങാ കൊത്ത് ഒന്ന് നല്ലവണ്ണം ചുവന്ന് വരണം. ഏകദേശം ചുവന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതാ പൊട്ടുന്നുണ്ട്. ഇത് ചുവന്ന് വരുമ്പോൾ ഇത് പൊട്ടാൻ തുടങ്ങും. അപ്പോൾ സൂക്ഷിച്ച് നിൽക്കണം. കയ്യിലും മുഖത്തുമൊക്കെ നെയ്യ് തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് ലോ ഫ്ലെയിമിൽ വേണം ഇത് വയ്ക്കാനുള്ളത്. അത് ഏകദേശം റെഡിയായി. ഇനി ഒരല്പം നട്ട്സും കൂടെ ഉണ്ട്, അതുകൂടെ ഒന്നിടാം. അതുകൂടെ ഒന്ന് ഫ്രൈ ആയി വരട്ടെ. റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് നമ്മൾ മാറ്റി വെച്ചിരുന്ന പായസത്തിലോട്ട് ഈ കൂട്ട് ഒന്ന് നമുക്കൊന്നിങ്ങോട്ട് ഒഴിക്കാം. ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളി കടലപ്പായസം നമുക്ക് റെഡി ആയിട്ടുണ്ട്. എന്താ മണമെന്നറിയാമോ? സത്യം ഞാനും വിചാരിച്ചില്ല കേട്ടോ ഇത്ര നല്ല ഭംഗിക്കും നല്ല ടേസ്റ്റുമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ളത്. കണ്ടോ, വെറും സാമ്പാർ പരിപ്പ് മാത്രമായിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത്. കണ്ടോ, ഇതല്പം കൂടെ തണുക്കുമ്പോൾ നമുക്ക് ചൂടോടെ കുടിക്കാൻ. തണുത്ത് കഴിഞ്ഞാൽ കുറച്ച് കുറുകി പോവും. കണ്ടോ, ഇപ്പം തന്നെ സെർവ് ചെയ്യാം.
പെട്ടെന്ന് ആരെങ്കിലും വരുവാണെങ്കിൽ, കുട്ടികളൊക്കെ വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു പായസം ഉണ്ടാക്കാൻ ഇത് മതി. ഞാൻ ആദ്യമായിട്ടാണ് ഞാനിത് ട്രൈ ചെയ്തത്. അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ടാ ഇതിൻ്റെ കമൻസ് എന്തായാലും നിങ്ങൾ അറിയിക്കുക. ഇഷ്ടപ്പെട്ടോ, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ ഇതിൻ്റെ കമൻസ് ഒന്ന് അറിയിക്കുക. ഓക്കെ, അപ്പം ഞാനിതൊന്ന് ചൂടോടെ ഞാനിതിൻ്റെ മധുരമൊക്കെ ഒന്ന് നോക്കിക്കോട്ടെ. എന്താ ടേസ്റ്റ്! സത്യം കടലപ്പായസത്തിനെക്കാട്ടിലും ടേസ്റ്റാണ് ഈ പരിപ്പ് പായസത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും ചൂടോടെ ഞാനൊന്നൊരു ഗ്ലാസ് കോരി കുടിക്കട്ടെ. അപ്പം നിങ്ങളും ഇതുപോലെ സാമ്പാർ പരിപ്പിൽ ഒരു പായസം വെച്ച് നോക്കുക. ഓക്കെ, ഓണമൊക്കെ വരെയല്ലേ, നമുക്ക് സാമ്പാർ പരിപ്പിൽ ഒരു പായസം ആക്കാം. ഓക്കെ, ബൈ.